അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ശ്രീകുട്ടം വന്നു കഴിഞ്ഞാൽ വീഡിയോ പവർ ആകുമെന്ന് എല്ലാരും പറയുന്നത് കേൾക്കാം കമന്റിലൂടെയൊക്കെ. അപ്പൊ ശരി തന്നെയാ, സ്വാഗതം തന്നെ കേൾക്കുമ്പോ അറിയാം, ഞങ്ങൾക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. ഞാൻ പോയാലും ഇവർ രണ്ടുപേരും കറക്റ്റായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. 2 ദിവസം ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് വരും. ഇവരെനിക്ക് ഒരു 2 ദിവസം കൂടെ വീഡിയോ അയച്ചു തരും. ഞാനാണ് പിന്നെ ലാഗാക്കുന്നത്. എനിക്ക് പരീക്ഷയ്ക്കായിരുന്നപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. ഇവരെനിക്ക് വീഡിയോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു തരും. ഞാനാണ് എഡിറ്റ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പം ചില ദിവസം ഞാനിപ്പോൾ റൂമിൽ വൈഫൈ കണക്ഷൻ എടുത്തു, ചില ദിവസം കറണ്ട് കാണില്ല, പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയൊരു ലാഗ് വരുന്നല്ലേ. എന്നും വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പഠിച്ചേട്ടോ. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാലോ, ഇവര് തന്നെ എടുക്കുന്നതാണ്. അപ്പൊ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കമന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ എല്ലാത്തിനും ഒരുപാട് സ്നേഹം. അപ്പം നമുക്കൊരു VIP വരുന്നുണ്ട് അല്ലേ? VIP ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അവരെ കൂട്ടാൻ പോവുകയാണ്. കൃത്യമായിട്ട് നിങ്ങളത് കാണുക. നല്ല ഒരു ഗസ്റ്റ് തന്നെയാണ്. അതെ അല്ലേ? ഞാനും കണ്ടിട്ട് കുറെ നാളായി, ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുക. ഞാൻ ആകാംക്ഷയോടെ നോക്കി വഴി നോക്കിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അതെ, നമുക്ക് പോയി കൂട്ടിട്ട് വരാം. രാവിലത്തേലും വെള്ളം ഇച്ചിരി തെളിഞ്ഞല്ലേ? ഇന്ന് നമ്മളെ കുറെ പേര് വിളിച്ചു ചോദിച്ചു കേട്ടോ. മഴയായോണ്ടേ ന്യൂസ് എല്ലാം കണ്ടിട്ട് മുല്ലപ്പെരിയാറിന്റെ ഷട്ടർ തുറന്നു വെച്ചേക്കാം. ഒരു 2 ദിവസം വിളിച്ചു ചോദിച്ചു നമ്മൾ സേഫ് ആണോ. നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുറെ പേര് വിളിച്ചു ചോദിച്ചു. അങ്ങനെ നമ്മൾ പരപ്പ് ജംഗ്ഷൻ ആകാൻ പോണം. അങ്ങനെ നമ്മൾ പരപ്പിൽ വന്നു, കാത്തേക്ക് കേട്ടോ. അവിടെ നിന്നായിരിക്കും വണ്ടി വരുന്നത്, കോട്ടയം വണ്ടി. നമ്മളെ മാളുക്കുട്ടി വരുന്നുണ്ട്, അതിന്റെ സന്തോഷത്തിലാണ്. മോളമ്മയൊക്കെ ഇന്ന് രാവിലെ തുടങ്ങി ഭയങ്കര ഉത്സാഹത്തിലാണ്. കാരണം മാളുക്കുട്ടിയും വന്നു, ഞാനും വന്നു. പഴയ പോലൊരു ആംബിയൻസ് ആകും ഒരു 3-4 ദിവസത്തിന്. അത് കഴിഞ്ഞ് വീണ്ടും 3-4 ദിവസം തന്നെ കൊച്ചുനാളെ ഉച്ച കഴിഞ്ഞു. കൊച്ചുനാളെ പോകും. അല്ല, ഞാൻ പോകുന്നിടം വരെ ഒരു ഒച്ചയും പോലൊക്കെ കാണും. അത് കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ ആവും. സത്യം പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. അപ്പൊ അവിടെ കിടന്നേ അവള് വരുമ്പോ നമ്മൾ ഇവിടെ വന്ന് നിക്കണം. അതാ അവൾക്ക് ഇഷ്ടമാ. അല്ല, അവള് ബസ് വന്ന് ഇറങ്ങിയിട്ടേ പിന്നെ ഇവിടെ നിക്കാന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടല്ലേ. നീ വരുമ്പോഴാണേലും ഞാൻ നേരത്തെ വരും. ഒരു 1/2 മണിക്കൂർ മുമ്പേ ഇവിടെ വന്ന്. അതാ നല്ലത്. വന്നു കഴിയുമ്പോ അതല്ല, കൊച്ചു വരുമ്പോ അപ്പ വന്ന് കിടക്കുന്ന കാണുമ്പോ അപ്പായിക്ക് ഒരു സന്തോഷം, കൊച്ചിനൊരു സന്തോഷം. നമ്മളില്ലെങ്കിൽ ആവുമ്പോ ഒരു മനസ്സിന് പെട്ടെന്ന് ആദ്യത്തെ പരമായതുകൊണ്ട് ഇത്രയും ഇതൊക്കെ. അല്ല, പോയിട്ട് എത്ര ദിവസമായി ഇത്ര മാത്രം സന്തോഷിക്കാൻ? 11 ദിവസമായുള്ളൂ. അത് എവിടെയാന്ന് നടത്തണം? മുണ്ടക്കയത്ത് 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ കേട്ടോ. 1 മണിക്കൂർ വെച്ചാൽ കുറച്ച് കേട്ടാ അങ്ങ് ഡൽഹിന്നോ ബോംബെന്നോ കാനഡന്നോ വരുവാന്ന്. എൻ്റെ ഇവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും കുറേ നേരം നിന്നിട്ടേ ആളെ കാണാനൊന്നുമില്ല കേട്ടോ. അപ്പൊ പപ്പ പറയായിരുന്നു മിക്കവാറും കുമ്മളിക്കുള്ള ബസ്സിനെ, കുട്ടിക്കാനം വഴി തിരിഞ്ഞ് കുമ്മളിക്ക് വന്ന ബസ്സില്ലേ, അതേ കയറി ഇരുന്ന് ഉറങ്ങി കാണാം. വിളിച്ച് ചോദിക്കും എവിടെയാ. അയ്യോ, ആള് ഛർദിക്കുന്നോണ്ടേ 1 മണിക്കൂറിനും പെട്ടെന്ന് തല ചുരുക്കും. വളവും തിരുവല്ലേ. 3 വർഷത്തേന് യാത്രയല്ലേ തന്നെ. അതെ, പഠിച്ചോളും. ഇപ്പൊ ഇവിടെ ഇത്ര അടുത്തായതുകൊണ്ട് നമുക്ക് മറ്റൊന്നും പേടിക്കാനില്ല. അതെ, ഏത് വഴിക്ക് പോയിട്ട് വരും നടത്തില്ല. അമ്മയോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബസ് വല്ലതും വന്നും പോയി. അപ്പൻ ഇവിടെ കണ്ണും നട്ടിരിക്കുക. കൊറേ ബസ് കടന്നു പോയി, ഇതുവരെ എത്തിയിട്ടില്ല. സമയം കഴിഞ്ഞു. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് തപ്പി പോണോ? അങ്ങോട്ട് ചെല്ലുന്നു വേണ്ട, ഇങ്ങോട്ട് വരുമായിരിക്കും. അവിടെ ഒരു ബസ് വന്നു കേട്ടോ. അങ്ങ് ദൂരെ കൊണ്ടോ ബസ് നിർത്തി? ആ കൂടെ വരുന്നുണ്ട്. ഒരു കൂട്ടുകാരി ഉണ്ടോ കൂടെ? എല്ലാം നടന്ന് വരുന്നുണ്ട്. 5000 ക്യൂസെക്സ് വരെ ജലം തുറന്നു വിടുമെന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് അറിയിപ്പ്. ആരെ ഞാൻ കണ്ടു. നീ ഒരു അന്തം കൊണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വരുന്നേ. ഞങ്ങള് നിങ്ങൾ കുമ്പളിക്ക് പോയിട്ട് കട്ടപ്പനന്ന് വരുന്ന ദിവസം നോക്കിയിരിക്കുവായിരുന്നു.
അതല്ല, താൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളായോണ്ടേ ആണോ? അതിനുള്ള സമയമില്ല. വണ്ടിയൊക്കെ ആയിരുന്നു നടക്കുന്നത്. തന്റെ കൂട്ടുകാരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ആണോ? സ്വരാജിലാണോ? എന്നാ കേറ് ബാ പോവാ. പപ്പ പറഞ്ഞുണ്ടല്ലോ, ഒന്നാമതെ ആ പൊട്ടിക്ക് വഴി അറിയത്തില്ല, പുഴ അറിയത്തില്ല. മുണ്ടക്കയത്തുനിന്ന് അവമാനിച്ചല്ലേ, മുണ്ടക്കയത്തുനിന്ന് കുമിളി ബസ്സേ കയറി കുട്ടിക്കാനം വന്നിട്ട് അതാ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ വന്നിട്ട് 1 മണിക്കൂർ കയറിട്ട്. ഞങ്ങള് മുണ്ടക്കയത്ത് കൂട്ടുകാരെല്ലാം കൂടെ വന്ന് ഇറങ്ങി. മുണ്ടക്കയത്ത് വന്നിട്ട് മറ്റേടത്ത് മണ്ടേന്ന് കയറായിരുന്നു. അവിടെ പക്ഷെ മഴ ആയതുകൊണ്ട് ബസ്സൊന്നും നിർത്തുന്നില്ല. ആദ്യം ഞങ്ങളുടെ കുറെ പേരെ വിട്ടു. ഞങ്ങൾക്ക് അവിടെ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അവർക്ക് ബസ് കിട്ടാത്തോണ്ട് അവര് നേരെ ഓട്ടോ വിളിച്ച് മുണ്ടക്കയത്ത് പോയി. അപ്പൊ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു മുണ്ടക്കയത്ത് പോയിട്ട് മുണ്ടക്കയത്ത് പോയ ഇഷ്ടം പോലെ ബസ് വരുമല്ലോ. മുണ്ടക്കയത്ത് പോയി 1 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടിയ. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ കൂടെ. ഛർദിയൊക്കെ മാറി അല്ലേ? ചുമയുണ്ട് കേട്ടോ കൊച്ചിന്. ഓറിയന്റേഷൻ ക്ലാസ് എല്ലാം അങ്ങനെയല്ല, അത് എനിക്ക് ചുമ ഇവിടുന്ന് പോയപ്പോ ഉണ്ടായിരുന്നു. അമ്മ കൃഷ്ണ തുളസിയൊക്കെ മേടിച്ച് തന്നാ വിട്ടെ. പിന്നെ അവിടെ എന്ന് പറയുമ്പോ രാത്രി ഭയങ്കര തണുപ്പാ, പകല് ഭയങ്കര ചൂടാ. അങ്ങനെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് ഇവിടുത്തെ അത് കാലാവസ്ഥയല്ലോ, ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോ പനിയും വന്നു, ചുമയും വന്നു. ഈ ബാഗിന്റെ തനിക്ക് തിന്നാനുണ്ടോ? ഒന്നും തിന്നാനില്ല. ഞാൻ ഈ ബാഗ് കൊണ്ടുവന്നത് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കോളേജുകാർ പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങാനും പിന്നെ ഇവിടുന്ന് പലഹാരം മേടിച്ചോണ്ട് പോകാനുമാണ് ഞാൻ കൊണ്ടുവന്നത്. നമ്പി 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 കുട്ടുമോൻ വഴി ഇറങ്ങി പുല്ല് പറിക്കുന്നു കേട്ടോ മുയലിന്. ഇഷ്ടം പോലെ വെള്ളം പറ്റും. ഞാൻ കത്തിയില്ലായിരുന്നേ. കത്തിയില്ല 5-6 പറിക്കുവാണേലേ. ഇപ്പൊ കൊച്ചിനെ നോക്കി പോസ്റ്റേ പിടിച്ചു. പരപ്പേ പോയി 1 മണിക്കൂർ നിന്നില്ല. ചെന്ന് കഴിയുമ്പോഴേ മുയലും കൂട്ടിലോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി നല്ല പുല്ലുണ്ട് കേട്ടോ. ആ പിന്നല്ലാതെ പപ്പായ്ക്ക് ഞാൻ അമ്മ പറഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാ. ഞാൻ പറഞ്ഞ ഏലപ്പാറ ആയിരുന്നു, ആവുമ്പോ തന്നെ ഒരു സമയം എടുക്കും. ഞാൻ ഏലപ്പാറയപ്പോ അമ്മേനെ വിളിച്ചു. അമ്മ പറഞ്ഞു അപ്പം പരപ്പ പോയി നിപ്പുണ്ടെന്ന്. ഞാൻ എപ്പോഴും പറയാം അപ്പ കടന്ന് തെറുതി വെച്ചിട്ടാ പോയെ. എന്തോരം നേരത്തെ പോയെന്നറിയോ? നീ വരുമ്പോഴേ അതുള്ളതാ. അവിടെ അത് കാത്തിരിക്കും. പപ്പ കാത്തിരിക്കും അവിടെ വന്ന്. പിന്നെ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? അത് കൊള്ളാം. ഫുഡ് അടിപൊളിയാണ്, കോളേജ് അടിപൊളിയാണ്, ക്ലാസ് അടിപൊളിയാണ്. പിന്നെ കൊറേ പഠിക്കാനും എഴുതാനും ഉണ്ട്. കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? കൂട്ടുകാരും കൊള്ളാം. ഇങ്ങോട്ട് നമ്മുടെ ഇങ്ങോട്ട് ഭാഗത്തോട്ടുള്ള ഉപ്പാറയെന്നല്ല, കട്ടപ്പനയുടെ ഇപ്പുറത്തോട്ടുള്ള കൊറേ പിള്ളേരുണ്ട്. കൂട്ടുകാരൊക്കെ അറിയാവുന്നവരെ. കൂട്ടുകാരായിട്ട് എല്ലാവരുമായിട്ട് കമ്പനിയായി. നീ ഇവിടെ 11 ദിവസമല്ലേ ആയുള്ളൂ? അമ്മ അവിടെ താളം തെളിഞ്ഞു. എന്റെ കൊച്ചിന്ന് വരും, എന്റെ കൊച്ചിന്ന് വരും. പോയപ്പോ ഭയങ്കര വിഷമായിരുന്നു. പോയപ്പോ അപ്പനപ്പടി വിഷമായിരുന്നു. ആണോ? ഭയങ്കര വിഷമായിരുന്നു, കരയുന്ന പോലായിരുന്നു. അന്നേരം പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് പോകാൻ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് സീനിയേഴ്സ് കൊണ്ടുപോയി. അപ്പൊ ഇവര് പയ്യെ വിട്ടു. അല്ലേ കരഞ്ഞേനെ. അത് കൊള്ളാം. താൻ ചേച്ചി വിളിക്കുവല്ലോ ചെയ്തോ? ചേച്ചി വിളിക്കാൻ പറ്റും. താൻ ഇന്നലെ താൻ്റെ ഫോൺ കിട്ടിട്ട് 5-6 ദിവസമായില്ലേ? ഞാൻ താൻ ഇന്ന് വിളിക്കുന്ന ആളെ വിളിക്കാൻ നോക്കി നോക്കി ഇരിപ്പാ. ഫോണൊന്നും തരികയില്ല. ആണോ? ചുമയാ കേട്ടോ കൊച്ചിന്. 2 ദിവസമേ തരുള്ളൂ. താൻ എന്നെ വിളിച്ചിട്ടെ ഞാൻ ആരാ ചോദിച്ചത്? നിന്റെ പെങ്ങള. നിന്റെ ഇളയ പെങ്ങളാണ്. ആയോപ്പാ പോയാലോ? വണ്ടി വരുന്നുണ്ട്. വഴി ഇരിച്ചു. എന്റെ അമ്മച്ചിയെ കാണാൻ കൊതിയായി. ആണോ? കേറിക്കോ. ഇവരുടെ പരിപാടി ഇതാ കേട്ടോ. കോഴിക്ക് കൊടുക്കാൻ വേണ്ടി വഴിയിൽ നിന്ന് ചേമ്പല പറിക്കും, മുയലിന് കൊടുക്കാൻ വേണ്ടി പുല്ല് പറിക്കും. നടക്കാൻ പറ്റത്തില്ല, നനഞ്ഞിരിക്കുക. ആണോ? മഴയായിരുന്നു അല്ലേ? അവിടെ ഭയങ്കര മഴയായിരുന്നു, തെറിപ്പിച്ച കളയായിരുന്നു നമ്മളെ. ആണോ? ക്ഷീണമൊന്നുമില്ലല്ലേ? സുഖമാണോ? സുഖം അശീലിച്ചല്ലോ. ചുമയല്ലേ? സാരില്ല. ഇത്ര നേരമായിട്ട് നോക്കിയിരിച്ചെന്ന് അറിയാവോ? 4 മണി ആയപ്പോഴാ ബസ് കിട്ടിയേ. 2 കുപ്പി മരുന്നും കൂട്ടൊക്കെയാണ് വന്ന് കയറുന്നേ. ഞാൻ മേടിച്ച അമ്മ നമ്മൾ ആശുപത്രി കിട്ടാത്ത മരുന്ന്. കാറ്റടിച്ച് വന്നിട്ട് കണ്ണൊക്കെ കറുത്ത്. കണ്ണ് കറുത്തല്ല, കണ്ണ് പിള്ളേരെ എല്ലാവരുടെയും കറുത്തു. എല്ലാവരുടെയും കണ്ണിന്റെ കൃഷ്ണമണി കറുത്ത് തന്നെ ഇരിക്കുന്നു.
കണ്ണിന് താഴെ കറുപ്പുണ്ട് ഉറക്കത്തിന്റെ. അതെന്നാന്നറിയോ, അവിടെ പള്ളിയിൽ പോകാൻ 5:30 എഴുന്നേക്കണം. ഇവിടത്തെ പോലെ 10 മണി ടീമൊന്നും അല്ല. ഇവിടെ 5:30 എഴുന്നേറ്റ് പള്ളിയിൽ പോയി വന്ന് 6:30 ആകുമ്പോഴത്തേക്ക് ചെന്ന് കുർബാന കൂടി 7 മണി 7:30 ആകുമ്പോൾ വന്ന് കഴിച്ച് 8 മണിയാകുമ്പോൾ ക്ലാസ്സിൽ ചെല്ലണം. അങ്ങനത്തെ സെറ്റപ്പാ. മാള് കുടിഞ്ഞാർക്കണ്ടേ 9 അമ്മ എന്നിട്ട് മാള് 10 എണ്ണീക്കുന്നില്ലേ. അപ്പൊ കൊച്ച് എനിക്കറിയാം അമ്മയുടെ ഉടായ്പൊക്കെ. 9 ആയുള്ളൂ. ഞാൻ 1 മണിക്കൂർ പോയി. എന്നിട്ട് 11-11:15 നീണ്ടു പോകും. ഞാൻ ക്ലോക്ക് സമയം മാറ്റിയായിരുന്നു ആ റൂമിലെ വെച്ചിരുന്നത്, എന്നെ പറ്റിക്കാനായിട്ട്, അമ്മേനെ പറ്റിക്കാനായിട്ട്. എന്തൊക്കെയായിരുന്നു. ഇനിയിപ്പൊ അവിടെ അതൊന്നും ഒരു പറ്റിയും നടക്കുകയില്ല. അവിടെ പിന്നെ കൂട്ടുകാർ വിളിക്കും. അപ്പൊ ഉറക്കം അങ്ങ് ഒരു നമുക്ക് 4 മണിക്കൂറേ കിട്ടിയുള്ളൂ. 2 മണിക്കൂർ അത് അങ്ങ് കണ്ടിന്യൂസ് ഉറങ്ങാൻ ആ ക്ഷീണം പോകും. ഇച്ചിരി ക്ഷീണിച്ചൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അടയാളമൊക്കെ വെച്ചിട്ടാ പോയെ. കൊണ്ടുവിടാൻ നേരം ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ചപ്പം ഇങ്ങനെ എത്തുകയല്ലായിരുന്നു. അപ്പൊ ദേ വട്ടം ചുറ്റിയിട്ട് എത്തുന്നത്. വെയിറ്റ് കൂടി പണ്ടത്തെ പോലെ നാവിന് ഇത്തിരി ശക്തി കുറഞ്ഞു പോകുന്നൊരു ഡൗട്ട്. ഞാൻ വെയിറ്റ് നോക്കിയായിരുന്നു. എടാ മുറ്റത്ത് ചെടികൾ കണ്ടിട്ട് എന്നാ പറയണോ? ഇത് കണ്ടത് നല്ലതല്ല. ഞാൻ അതാ ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് നല്ല രസമുണ്ട്. ഞാൻ പോയപ്പോ ഇത്രയും പൂവൊന്നുമില്ലായിരുന്നേ. 4 പൂവുള്ളായിരുന്നു. എന്നാ കൊണ്ടാടോ വിശേഷം? വിചാരിച്ച സുഖമാ. പഴയ മൈൻഡൊന്നും ഇല്ല. ഫെറമോൾ എന്ത് ചെയ്ത് എന്നെ കളഞ്ഞിട്ട് ഞാൻ പിണക്കാവ. പൂക്കളോ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഇതുണ്ടോ ഈ റോസ് നിൽക്കുന്നത് നല്ല രസമുണ്ട്. കണ്ടോ 3 ഇതളായിട്ട് എന്താ പിന്നെ ഞാൻ പോയപ്പോ വലിയ മറമായോ ഉണ്ടല്ലോ. ഇതൊക്കെ ഓരോ വളങ്ങൾ ചേരുന്നതാ. ഞാൻ ഉള്ളപ്പോഴാണോ ഇതൊക്കെ ചെറിയ ട്രിക്കാ. ഇതൊക്കെ ഇതുപോലെ പൂവാകാനായിട്ട്. ഞാൻ പോയപ്പോ ഈ ചെടിയൊക്കെ കരിഞ്ഞു നിന്നതാ. കൊള്ളാം അല്ലേ? കാര്യങ്ങൾ സെറ്റപ്പ് ആയില്ലേ മിറ്റം? ഇനിയിപ്പോ ഞങ്ങൾ ഒരു ഗാർഡൻ തുടങ്ങും എവിടെ ഇവിടെ. എന്നിട്ട് തെങ്ങും തയ്യ കവുങ്ങും തയ്യ ഗാർഡൻ തുടങ്ങിയിട്ട് വെക്കും. പിള്ളേരെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് ചെടിത്തൈ കൊണ്ട് വല്ല രക്ഷയും വിടുമെന്ന് നോക്കാം. അതൊക്കെ കൊറിയർ അയക്കാന്ന് കവുങ്ങും തൈ അടക്കൊക്കെ. കേറി ഉടുപ്പൊക്കെ മാറി ബാഗ് ഇട്ടോണ്ട് നിൽക്കണ്ട. ചായയൊക്കെ ഇട്ട് വരാം. എനിക്കുള്ള ചായ ഇടും. ഞാനും ഇപ്പൊ 1 ഗ്ലാസ് ചായ കുടിച്ചു. ഓ ഞാനിവിടെ പനിച്ചു പറിച്ച് വന്നായിരുന്നു. ആ ബാഗും പോലും മേടിച്ചില്ല. ഉമ്മേ ഇല്ല. പനി കുറവുണ്ടോന്ന് ചോദിച്ചുമില്ല. കോഴിക്കുഞ്ഞുണ്ടായോ? അയ്യോ ഇത്രയോ 25 വെച്ചിട്ട് ഇത്ര വിരിഞ്ഞുള്ളോ? ഇത്ര വിരിഞ്ഞുള്ളൂ. ബാക്കി വിരിയാനുണ്ടെന്ന് തോന്നുന്നു. അറിഞ്ഞുകൂടാ. ഇതിന്റെ തല പൂടയില്ലേ? ഞാനാ വെച്ചേ, അറിയാവോ? ഞാനാ നിനക്കൊരു ജീവിതം തന്നെ. എല്ലാം സംരക്ഷിച്ചെടുത്തേ. ഇത് കിടന്ന കുഞ്ഞ് അതിനകത്ത് നിർത്താണോ അപ്പുറത്താണോ? എങ്ങനുണ്ട്? ഞാനാ നിനക്കൊരു ജീവിതം തന്നെ അതിനോട്. സുന്ദരിയാ. ഛർദിച്ചൊന്നുമില്ല, നല്ല ക്ഷീണമൊന്നുമില്ല. കണ്ണൊക്കെ കണ്ടോ? വെച്ചിട്ട് വാ. കഴിഞ്ഞ് പിടിക്കാ. വന്ന പാടെ അതിനെ പിടിക്കാതെ. ഹലോ ഹലോ, ഇതാരാ? ഇതാര്? എന്നാ എത്ര ദിവസമായി കണ്ടിട്ട്? പോലെ എനിക്ക് തോന്നുന്നില്ലല്ലോ. അതില് വിറ്റ് എല്ലാരും ഇങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പനും വന്ന കയറിയത് എന്നോടാ ചോദിച്ചേ. ചേട്ടനെ കാണിച്ചേ. അത് ഞാനാന്നോ? ഇതന്നെ അത് ഞാനാന്ന്. എന്തോ തിന്നോണ്ടിരിക്കുവാണല്ലോ എന്റെ കൂടെ. അതെ അവല്. അവലോ? കഴിച്ചോ. ഇതെന്താ സാധനം? ഇതെന്തോ അരി അവരും കൂടെ ഉപയോഗിച്ചു. ടെക്നോളജിയാണോ? ഞാനിത് വന്നിട്ട് 10 മിനിറ്റ് ആയിക്കണല്ലേ? 10 മിനിറ്റ് ആയതുള്ളൂ. അവിടെ എല്ലാവർക്കും സുഖ. പനി കുഴപ്പമില്ല. പോയി മരുന്നൊക്കെ മേടിച്ചു. കുറവുണ്ട്. 8 മണിക്ക് വരണം. ഞാനാ വന്നത് 11 മണിയായപ്പോ. ഇവിടെ മഴ എല്ലായിടത്തും ഭയങ്കര മഴയാ.
പിന്നെ ഓരോന്ന് പറക്കി തിന്നുന്നത് സ്പൂൺ വെച്ച് കോരി കഴിക്ക്. ആ ഏതാ കൊള്ളാം. രണ്ടുപേർക്കും ഡ്യൂട്ടി ഇല്ലേ എന്നാ? ആ അത് കൊള്ളാം. വരുന്നോ ഇങ്ങോട്ട്? ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ വരുവാണെങ്കിൽ നമുക്ക് പൊളിക്കാം. സത്യം. നാളെ ഉച്ചയ്ക്ക് മുന്നേ വരുവാണെ കാണാം. ഉച്ച കഴിയുമ്പോ ഞാൻ പോവും. ഡിമാൻഡാണെങ്കിൽ പോകേണ്ടത്. അയ്യോ കൊച്ചുമക്കൾ രണ്ടും വന്നു, അച്ഛമ്മ ഹാജരായി. ഇന്നലെ പപ്പ പറയായിരുന്നു കൊച്ചു പോയ പിന്നെ അച്ഛമ്മ ഇങ്ങോട്ട് വന്നിട്ട് പോലും ഇല്ലെന്ന്. ആണോ? ഫോൺ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു തീരെ മേലാതൊക്കെ ഇരിക്കുമായിരുന്നു. എന്റെ കയ്യിലെ കൈമോശമാ. എന്നാലും എന്നാ നടുവേലാലും കൊച്ചുമക്കള് വന്നെന്ന് അറിഞ്ഞപ്പം പയ്യെ കുന്ന് കയറി. കൊച്ചിനെ കാണണം. കൊച്ചിവിടെ ഇല്ല. കൊച്ചു ആശുപത്രി പോയേക്ക്. കൊച്ചിന് ചുമയായിരുന്നു. കൊച്ചിന്റെ ചുമ പോലെ തന്നെ എനിക്ക് ചുമയാണ്. കൊച്ചിന് ചുമ വന്നാൽ മാറാൻ പാടാന്നേ. എനിക്ക് നിൽക്കാനാ പാട്. അയ്യോ എന്നെ പൊന്നോ. മാളൂന് 2 മാസം കൂടുമ്പോൾ ചുമ വരും. അതൊരു 1 മാസം നീണ്ടേക്കും. ഇത് തന്നെ എനിക്ക് 2 വർഷത്തോളം അതിന് മരുന്ന് മേടിക്കും, കുടിക്കും, ഒരു രക്ഷയില്ല. ചുമ രാത്രിയിലാണ് കൂടുതൽ. എന്നിട്ട് ഈ കൊളസ്ട്രോൾ കൂടിയിട്ട് അങ്ങ് വണ്ണം വെക്കുക. വല്ല മനുഷ്യനും പറയാൻ നോക്കുക. എന്നെ അതെ ഇറച്ചിയും തിന്നുന്നില്ല, എല്ലാം തിന്നുന്നുണ്ട്. തിന്നാനും ഒന്നുമില്ല. പക്ഷേ കഞ്ഞിയോട് മാത്രമേ ഉള്ളൂ. കൊളസ്ട്രോൾ അല്ലേ, നല്ല പോത്തിറച്ചിയും അപ്പം ഉണ്ടായിരുന്നു. ഞാൻ തരുന്നില്ല. അപ്പം ഉണ്ടായിരുന്നു. എന്നാ ചെയ്യാനാ? പോത്തിറച്ചി ഞാൻ തിന്നുന്നില്ല. 10:30 സമയമാ. വിശക്കുന്നുണ്ട്. വിശക്കുന്ന സമയമൊക്കെ, പക്ഷെ പോത്തിറച്ചി അങ്ങനെ തിന്നുന്നില്ല. അച്ഛമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അച്ഛമ്മയുടെ 1 മാസത്തെ കാര്യം ഫുള്ള് ഇവിടെ പ്രസന്റ് ചെയ്യണം. 15 ദിവസമാണ് പറഞ്ഞത്. ഞാൻ പോയി പല്ല് കേക്കട്ടെ. അമ്മ കേട്ടോണ്ടിരിക്കട്ടാ. പിന്നെ അച്ഛമ്മ നീ എന്നാ പോന്നെ? 2-3 ആഴ്ച കൂടുമ്പോളാ ഇപ്പം കൊച്ചു പോയപ്പോഴാ കേറി. വരവ് നിന്നും തോന്നി, കയറി വരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നോക്കുന്നത് ഞങ്ങളെ കാണണ്ടേ. കാണണ്ടെന്ന് വെച്ചാൽ എനിക്ക് കയറി വരണ്ടേ. ഒരു തരത്തിൽ എനിക്ക് കയറി വരാൻ ചിലപ്പോൾ അച്ഛമ്മയെ പറ്റില്ല. ആകർഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി പോത്തിറച്ചി, ഇച്ചിരി പന്നിയിറച്ചി, ഇച്ചിരി കപ്പ വേവിച്ചതൊക്കെ പുഴുങ്ങി വെച്ചിട്ട് വിളിക്കുവാണെങ്കിൽ ആകർഷണം കാരണം ഇങ്ങനെ വരും. നല്ലതിന്റെ ഞാനോ കൊച്ച വരണം. നടക്കത്തില്ലെങ്കിൽ ആകർഷണം കാരണം വരുന്ന കാണാൻ. ഞാനോ കൊച്ച ചേച്ചിയോ വരുവാണേല് പറന്നു വരും കേട്ടോ. ചേച്ചി വിളിക്കുന്നുണ്ടോ? ചേച്ചി വിളിച്ചായിരുന്നു ഇന്നലെ. എന്നാ വിശേഷം? വിശേഷം സുഖമായിട്ടിരിക്കണു. പോകണോ? ചേച്ചി അന്ന് ഇവിടുന്ന പടവും കണ്ടത് നിന്റെ മയ്യമ്മയാണോ എന്നൊക്കെ ചോദിച്ചാൽ അന്ന് പോയതാണ്. എന്നാ ചെയ്യാനാ? ഇനിയിപ്പോ ഒന്ന് ഇച്ചിരി കഴിയുമ്പോ നമുക്ക് വിളിച്ചു നോക്കാം. ജോലി ഉണ്ടോ ഇല്ലയോന്ന് അറിയത്തില്ല. ഈ ചുമ ഞാൻ പല്ല് തേക്കട്ടെ. എല്ലാരും ഉണ്ടല്ലോ. രാവിലെ പോയി കൂട്ടിട്ട് വന്നാ? രാവിലെ പോയി കൂട്ടിക്കൊണ്ട് വന്നാന്ന് തോന്നുന്നു. അതാ അത്ര താമസം. ആഹാ. ഞാൻ വലിയ വന്നപ്പം വരുവന്നു. രാവിലെ ഇങ്ങോട്ട് കയറി വരുമായിരുന്നോ? ഞാന് ദിവ്യാതോട് വന്ന് ഇതൊക്കെ മേടിച്ചോണ്ട് നിന്നപ്പോഴാ വിളിച്ചത്. ഫോട്ടോ വരുന്നുണ്ടെന്നുണ്ട്. അത് കൊള്ളാം. ഉപ്പുകറിക്ക് പോയി നിങ്ങൾ ആ വഴിക്ക്? സാധനം വാങ്ങണ്ടേ? ആണോ? കൊച്ചിൻ്റെ ഒരു അവസ്ഥയെ ഇന്നലെ വൈകിട്ട് വന്നു. 2 മണിയാകുമ്പത്തിന് തിരിച്ചു പോകണം അല്ലേടോ? ഇന്നലെ വൈകിട്ട് ആണോ? പിന്നെ വല്യമ്മമാരെയൊക്കെ കാണണ്ടേ. കൊച്ചിന് അടുത്ത മാസം ലീവ് കിട്ടുമ്പോഴല്ലേ വരുള്ളൂ. അതുവരെ കൊച്ചിനൊരു എനർജി കിട്ടണമെങ്കിൽ വല്യമ്മ 2 പേരെയും കാണണം. കണ്ടേച്ച് പോയേക്കാം. അച്ഛൻ വന്നിട്ട് നീ വരാൻ വേണ്ടി നോക്കി നോക്കി ഇരിക്കുവായിരുന്നു. ആണോ? അച്ഛമ്മ എപ്പോഴാ വന്നേ? ഞാൻ ശരിയായി ആനത്താങ്കര അവിടെ അതെന്താ സംഭവം എന്താ? രാവിലെ കൊണ്ടുപോയി. പ്രായമുള്ള ആളെ കണ്ടോ? ആ മുകളിലെങ്ങാണ്ട് പോയോ? വണ്ടിപ്പെരിയാർ ഭാഗത്തെ കണ്ടേ? ആ വെള്ളത്തിൽ പോയോ? ഒഴുകി അവിടെ വന്നു. അയ്യോ ഇത് തുറന്നില്ലേ? ഡാം തുറന്നില്ലേ? വെള്ളത്തിൽ പോയോ? അയ്യോ കഷ്ടമായി പോട്ടോ. രാമയുടെ വീടിന്റെ അടുത്താട്ടോ ഡെഡ് ബോഡി വന്നേ. വീടിന്റെ അടുത്ത്. ആ അവന് കൊടുത്തു വിടണമെങ്കിൽ അവന് കൊടുത്തു വിടാം. ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോക്കോളാം. ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോവാം. കൊച്ചു കൊണ്ടുപോക്കോ. ഇത് കഴിക്കത്തില്ല. ഇത് ഞാൻ ഇവിടെ വെക്കാം. ചേട്ടായി കൊണ്ടുപോകട്ടെ. ഇത് പിന്നെ ഞാൻ കൊണ്ടുപോക്കോളാം. അപ്പൊ നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലേ? 2 കൊച്ചുമക്കള് പോകാനുള്ളപ്പം ഒരു ഗവൺമെന്റ് വന്നെങ്കിൽ എന്നാ ചെയ്ത് 2 അല്ല മോൻ പോയപ്പം കൊടുത്തല്ലേ കൊച്ചു ആദ്യമായിട്ട് വന്നിട്ട് എനിക്ക് വേണ്ട. എനിക്ക് അവിടെ കൊണ്ടുപോയതൊക്കെ ഇരിപ്പുണ്ട്. മിച്ചറും ഒക്കെ അവിടെയൊക്കെ ഇരിപ്പുണ്ട്. നിനക്കുള്ളതൊക്കെ തന്നതാ.
എന്റെ ഫോൺ അടിക്കുന്നുണ്ട്.